എടി ഇനി കല്യാണം നടക്കൂലട്ടാ. ആ എന്റെ പുഷ്പച്ചേട്ടാ എന്താണ് മിണ്ടാത്തത്? ഞാൻ പറയണോ അല്ലെങ്കിൽ നിങ്ങൾ കേക്കണുണ്ടാ? കേട്ടോണ്ടിരിക്കല്ലേ, നീ പറയ്. സ്വന്തം കല്യാണം ആവുമ്പോഴേ എല്ലാവർക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ ചേട്ടാ? ഇതാണാടി ചെറിയ ആഗ്രഹങ്ങള്. അവളങ്ങോട്ട് കെട്ടിച്ചുവിട്ട് കഴിഞ്ഞാ ഈ താഴെയുള്ള ഈ പെൺകൊച്ചിനെ എന്ത് ചെയ്യും? അതിനുവേണ്ടി തെണ്ടാൻ പറ്റുമോ? എന്റെ മുത്തശ്ശി അതിന് താഴെ ഒരുത്തിന്ന് പറഞ്ഞ അതേ ഇരുന്ന് കളിക്കണവളല്ലേ? അവളിനി വളർന്നു വരണ്ടേ മുത്തശ്ശി? അവര് തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസം ഇല്ലേ? എന്നിട്ട് വേണ്ട കെട്ടിക്കാനായിട്ട് മൊട്ടേന്ന് ഇരിയട്ടെ പെണ്ണ്. നിങ്ങൾ ഈ പറയണ പോലെ ഒന്നും കാര്യങ്ങൾ നടത്താനുള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. പപ്പ പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരോട് കല്യാണം നടത്താന്ന് വാക്ക് പറഞ്ഞത്? എടി മോളെ, തറവാട്ടിന്ന് എന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ലോനപ്പൻ എന്നോട് ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കറിയായിരുന്നു അവൻ അങ്ങനെ തന്നെ പറയുള്ളൂന്ന്. പണ്ടെന്ന് ഞങ്ങളെ ആ വീടിന്റെ മുകളിൽ വാടക താമസിച്ചിരുന്നപ്പോ വാടക കാശും അതുപോലെ തന്നെ അതിൽ കൂടെ നടന്നതിന് 2000 രൂപയും മേടിച്ചവനല്ലേ അവൻ. അവൻ ഇതേ പറയൂന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ പറ്റാത്തോണ്ട്. എന്റെ തമ്പുരാനെ അവന് ഒരിക്കലും ഗതി പിടിക്കല്ലേ. ഞാൻ എപ്പോ അവന് പൈസ കൊടുക്കുമ്പോഴേ ചേട്ടൻ എന്റെ അടുത്താണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു എന്നും ഞാൻ അവനെ പ്രാഗിയിട്ടാണ് ആ പൈസ കൊടുക്കാറ്. അവനെ പണ്ടേ അങ്ങനെയുള്ള ഒരുത്തനാണ് മോളെ, സ്വന്തം കാര്യം മാത്രം. എന്നാ ഇവരങ്ങനെയല്ല, ബാക്കി രണ്ടുപേരും സ്നേഹമുണ്ട്. പക്ഷെ അവൻ അങ്ങനത്തെ ഒരു പ്രകൃതി ഇപ്പൊ ഒരാളെ ഇഷ്ടമല്ല. പൈസ പൈസ എന്നുള്ള വിചാരം. എന്നാലേ സ്വന്തം കൂടപ്പറപ്പല്ല ഇത്. സ്വന്തം രക്തത്തിന്റെ ഇന്ന് മൂളി താമസിക്കുന്ന വാടക കാശും ആ പറമ്പിൽ കൂടെ നടക്കുന്നതിന് കാശും മേടിച്ച് അവൻ തെണ്ടിത്തരല്ലേ ഞങ്ങളോട് കാണിച്ചത്. അവനൊക്കെ എന്നെങ്കിലും ഗതി പിടിക്കോ? ഇല്ല, പിടിക്കൂല. ഞാൻ പ്രാകണ്ടിരുന്നവനാ. ഇവരുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഞാനും ചേട്ടനും കൂടി ഇവരുടെ അപ്പൂപ്പനും കൂടി വളർത്തിയെന്ന. എന്നാ അവനാ ഒരു സ്നേഹവും ഇല്ല. പക്ഷേ ഇവനും അതേ അവക്കും സ്നേഹമുണ്ട്. ചിലപ്പോ അവന്റെ സാഹചര്യം കൊണ്ടും പറഞ്ഞതാവാം. അവനൊക്കെ എന്ത് സാഹചര്യം? ചേട്ടൻ അവനും പറയണ കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയാ. അവന്റെ 3 മക്കള് ദുബായില്, മരുമക്കളും ദുബായില്. എന്നിട്ട് എന്ത് സാഹചര്യം? ഭാര്യക്ക് ചെറുതാണെങ്കിൽ ഒരു ജോലി ഉണ്ടല്ലോ. ഞാനൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്നത്. എന്നിട്ട് അവന് പറമ്പിന്ന് ആദായം, ആ പുഴസടി കിടക്കണ ആ പറമ്പിന്റെ ആദായം എല്ലാം കിട്ടും. അവിടേക്ക് എന്തോരം തെങ്ങുണ്ടെന്നറിയോ? ആ തേങ്ങ വിറ്റാണെങ്കിലും അവന് ജീവിക്കുക. എന്നിട്ട് പറഞ്ഞ സാഹചര്യം മോശമാണെന്ന്. അവനൊക്കെ എന്ത് സാഹചര്യം മോശം? അല്ലെങ്കിലും കൊച്ചച്ഛൻ ഭാഗവും തരൂലെന്ന് എനിക്കറിയായിരുന്നു. പണ്ട് ഞങ്ങൾ തറവാട്ടിൽ നിൽക്കാൻ പോകുമ്പോഴേ കൊച്ചച്ഛൻ പറയും, ആ കഴിച്ചോടി കഴിച്ചോ, നിന്റെ അച്ഛന് കൊടുക്കാനുള്ള ഭാഗത്തിന്ന് ഞാൻ ഇതിനൊക്കെ കുറച്ചോളാന്ന് പറയുമായിരുന്നു. ദുഷ്ടൻ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കളഞ്ഞല്ല. അവന് നമ്മളത് പിരിഞ്ഞുണ്ടാക്കിയ പൈസ മുഴുവൻ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത്. എത്ര ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്ര നാൾ കിടക്ക്. അതൊക്കെ എന്റെ മനസ്സിന്റെ ഉരുകി തീരണേന്റെ അനുഭവിക്കണത്. അവൻ ഒരു ഗതി ഇല്ലാത്ത ആൾക്കാരെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ് പൈസ മേടിക്കാൻ അവന്മാരൊക്കെ രക്ഷപ്പെടുവോ? ഒരിക്കലും രക്ഷപ്പെടൂല. ലോനപ്പന് പണ്ടേ പെങ്ങളെ പേടിയാണ്. അവള് പരിസരം നോക്കാണ്ട് തെറി അങ്ങോട്ട് പറയും. അത് ഓർത്തിട്ടേ 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് പിടിച്ചെടുത്തായിരിക്കും. അവളും പാവമൊന്നല്ല, അവളും ഭയങ്കര സാധനം തന്നെയാണ്. അവക്ക് നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ 4 സെന്റെങ്കിലും കിട്ടിയേനെ. 4 സെന്റ് എന്ന് പറയുമ്പോൾ രൂപ എത്രയാണ്? 12 ലക്ഷം രൂപ വരും ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. സുഖമായിട്ട് ജീവിച്ചുകൂടെ? അവളെണ്ടാ 3 ലക്ഷം 4 ലക്ഷം അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുത്ത് പിന്നെ നമുക്ക് കിട്ടുമോ? അവക്ക് പിന്നെ പൈസ ആവശ്യമില്ലല്ല. അപ്പൊ പിന്നെ കേസും കൂട്ടായിട്ട് നടക്കണ്ട, കിട്ടിയ പൈസ ആയിന്ന് വിചാരിക്കും. അവളെ എന്ത് കിട്ടിയാലും ചിട്ടിക്കൊണ്ട് ഇടുന്നൊക്കെ സൗദാമിനി പറഞ്ഞു കേട്ടോ. അവള് പണ്ടേ അങ്ങനെ തന്നെയാണ്. ആരുടെ കയ്യിലാണോ പൈസ അവരുടെ കൂടെ നിൽക്കും. എന്നോട് അവൻ പറഞ്ഞാണ് 2-3 ലക്ഷം രൂപ അങ്ങോട്ട് തരാ, എന്നിട്ട് ഒന്ന് എഴുതി കൊടുക്കാൻ. ആ 2-3 ലക്ഷം രൂപ മേടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കിയേനെ. എടി അതെനിക്കറിയാല്ല. പിന്നെ ഇത്രയും കാലം ഭാഗം വെച്ച് തരാന്നും പറഞ്ഞ് നിർത്തിയിട്ട് ഇപ്പൊ പറയണ് അത് നടക്കൂല, 2 ലക്ഷം രൂപ ആണെങ്കിൽ തരാന്ന്. അവളത് 2-3 അങ്ങോട്ട് മേടിച്ച് അവൾ ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ എന്നോട് പറയണത്, ചേട്ടാ അത്
നടക്കണ കാര്യമല്ല. ഇപ്പൊ ഭാഗം വെച്ചാ 4 സെന്റ് വെച്ച് ഒരാൾക്ക് തരണമല്ല. അപ്പൊ 4 സെന്റ് വെച്ച് മുറിച്ചു കഴിയുമ്പോ അവന്റെ വീട് പകുതി പൊളിഞ്ഞു പോകും. അപ്പൊ അവൻ ഇപ്പൊ വീട് പണിയാനുള്ള സാഹചര്യം ഇല്ലെന്ന് അതൊക്കെയാണ് പറയണത്. പണ്ടേ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാൻ നിന്നപ്പോ അവൻ പറഞ്ഞു എന്തിനാണ് കൂടെപ്പുറപ്പേ പോണത്, അങ്ങനെയൊക്കെ പോയ എങ്ങനെയാണ് നമ്മുടെ ബന്ധം അറ്റുപോകൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നാ മോളിൽ താമസിക്കൂന്ന് പറഞ്ഞു. അവളും ഭയങ്കരയാണല്ലോ. അപ്പൊ പിന്നെ പണ്ടാരം തലതല്ലി പൊളിച്ച് എവിടെന്നെങ്കിലും പോവാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് മോളിൽ താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് മോളിൽ താമസിച്ച് കുറച്ചാൾ അവസ്ഥ മോശമാണ്. വാടകക്കാശ് കിട്ടിയ നല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഒന്നും പറയാണ്ട് അങ്ങോട്ട് വാടകക്കാശ് കൊടുക്കാൻ തുടങ്ങി. കുറച്ചാളയപ്പോ അവനെ എഴുതരായി അതിൽ കൂടെ നടക്കണേന് 2000 രൂപ വെച്ച് തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചത്. വാടക വീട്ടിലോട്ട് മാറിയത് ആ സമയത്തേ. അത് കഴിഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ട് ഇതേപോലെ ഒരു വീട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റി. അതെന്റെ മോൻ ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മോൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എനിക്കും ദൈവത്തിനും മാത്രം അറിയാം. നിങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാതെ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനിക്കേ. പപ്പ, എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാല് നമ്മുടെ ശാന്താകുമാരി ആൻറ്റി ഇല്ലേ, ആൻറ്റിയുടെ മോളുടെ കല്യാണം നടത്തിയ പോലെ എൻ്റെ കല്യാണം നടത്തണം എന്നാണ് എനിക്ക് ആഗ്രഹം. ആഹാ, അവളുടെ മോളുടെ കല്യാണം നടത്തിയ പോലെ അത്ര ആർഭാടമായിട്ട് നടത്താൻ നമുക്ക് ഗതിയില്ലടി. അവളുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് എങ്ങാണ്ടും കുറെ പൈസ കിട്ടി അവർക്ക്. അങ്ങനെയാണ് ആ കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടത്തിയത്. നമുക്ക് ആ വല്ലതും അങ്ങനത്തെ ഗതി ഉണ്ടാ? അയ്യോ, നടക്കണ കാര്യമല്ല മോളെ. എൻ്റെ പൊന്നമ്മ അയാളുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ പൈസയൊന്നുമല്ല. അയാൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നു. 2 കോടി രൂപ പോലുള്ള വലിയ തുക കിട്ടും. അങ്ങനെ കിട്ടിയ പൈസയാണത്. ടേം ഇൻഷുറൻസാ? അതൊക്കെ എടുത്തു വെക്കാൻ ഒരുപാട് പൈസ വേണ്ടേ? അത്രമാത്രം പൈസയൊക്കെ അയാളുടെ അടുത്തുണ്ടായിരുന്നു. എനിക്കോ നല്ലട്ടാ. അതിന് ഇതെടുത്ത് വെക്കാൻ മാസം ഒരു 600-700 രൂപയൊക്കെ മതി. പക്ഷെ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടായാലേ ഇതിലകത്ത് പാസ്സാവുള്ളൂ കേട്ടാ. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. അപ്പം ഇത് ഗൾഫിലുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? പിന്നല്ലാതെ പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും 30 തുടങ്ങി 50% വരെ ചിലവ് കുറവിൽ നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതെന്തായാലും നല്ല കാര്യമായിട്ടാ. ഒരാൾ മരിച്ചിട്ട് എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായിട്ട് പോയിട്ട് നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടിയൊക്കെ ജീവിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പെട്ടെന്ന് എങ്ങാനും മരണം വന്നാൽ കുടുംബത്തിന് നാണക്കേടില്ലാതെ ജീവിക്കാമല്ല. ഉത്തരവാദിത്തമുള്ള എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അവനോട് ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തു വെക്കാൻ പറയുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളെല്ലാവരും വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി. എൻ്റെ കാര്യം പറ. അവരൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അന്തസ്സിന് ഒത്തെന്തെങ്കിലും കൊടുക്കണ്ടേ ചേട്ടാ? ഇന്നത്തെ സ്വർണ്ണവിലക്ക് ഒരു 5 പവനിൽ കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് എന്താവാനാണ് മോളെ? എൻ്റെ കയ്യില് കുറച്ച് സ്വർണ്ണുണ്ട്. അതൊന്നും വേണ്ട മുത്തശ്ശി, എന്തെങ്കിലും ചെയ്യാ നോക്കട്ടെ. മുത്തശ്ശിയുടെ കയ്യിലുള്ളത് കൊണ്ട് എന്താവാനാണ്? അത് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാന്ന് വിചാരിച്ചാലും എനിക്ക് ആകെ ഇട്ടിരിക്കുന്ന ഈ 2 വളയും ഈ മാലയും ഈ കമ്മലും മാത്രമേ ഉള്ളൂ. അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അമ്മേ, എൻ്റെ കയ്യിൽ ഒരു ജോഡി കമ്മലും 2 വളയും 3 മോതിരവും ഉണ്ട്. നമുക്കത് എടുക്കാം. അതൊന്നും എടുക്കണ്ട മോളെ. നിന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിൻ്റെ കയ്യിലുള്ളത് ആകെ അതാണ്. അപ്പം അത് വിറ്റ് അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട നമുക്ക്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിൽ തൊട്ടു പോരുതെന്ന്. കൂടുതൽ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക, അല്ലാതെ അവൾ കൊണ്ടുവന്നതിൽ നിന്നും ഒന്നും നമ്മുടെ ഒരു ആവശ്യത്തിന് എടുക്കരുത്. അത് വേണ്ട. നിന്റെ കയ്യിലും കഴുത്തിലേക്ക് കിടക്കണം, അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് കുഴപ്പമില്ല അമ്മേ, ഇപ്പം ഇവളുടെ കാര്യം നടക്കട്ടെ. ഇതെല്ലാം കൂടി ഒരു 3 പവനൊക്കെ ഉണ്ടാവും. എന്നാലും 8 പവനല്ലേ ആവുള്ളൂ. അതൊക്കെ ഇട്ടൊരു വീട്ടിലോട്ട് കയറി ചെല്ലണം എങ്ങനെയാണ്? കുറഞ്ഞതൊരു 25 പവനെങ്കിലും വേണ്ടേ? 25 പവനെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തീർന്ന്. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം പണിപ്പെടണം, എത്ര രൂപ വേണം നിനക്കറിയോ? അത് ഓരോ പപ്പമാരും ചെയ്യേണ്ട കാര്യമല്ല അമ്മേ. എടിയത് പപ്പമാര് മാത്രം ചെയ്തു തരേണ്ട കാര്യമല്ല. പഠിക്കാൻ വിട്ട പോയ സമയത്ത് നന്നായിട്ട് പഠിച്ച് ഒരു നല്ല ജോലിയൊക്കെ മേടിച്ചിരുന്നെങ്കിൽ ഈ 25 പവനൊക്കെ നിസ്സാരമായിട്ട് മേടിച്ചു വെക്കായിരുന്നു. അതൊന്നും ചെയ്തില്ല. എന്നിട്ട് കല്യാണം ആവുമ്പോ പപ്പട തലയിൽ കയറിയിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ മതിയല്ല. എനിക്കങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അമ്മേ.
എനിക്ക് അച്ഛനും ചേട്ടനൊക്കെ ഇല്ലേ, അപ്പൊ അവരുണ്ടാക്കുമെന്ന് ഞാനും വിചാരിച്ചു. എന്റെ പൊന്നു മോളെ, നീ പണ്ടത്തെ കാലത്തെ പെണ്ണാവല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്വന്തമായിട്ടാണ് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി കല്യാണം നടത്താറ്. ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കല്ല. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നോ ഗോൾഡ് മാരേജ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊന്നും പറഞ്ഞ് അമ്മ എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട. നോൺ ഗോൾഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വിലയും കിട്ടൂലമ്മേ, എനിക്കതറിയാം. അത് നീ പറയരുത്. ഇവളെ നിന്റെ ചേട്ടൻ വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോ ഇവളുടെ കഴുത്തിലും കാലിലും കിടക്കുന്ന സ്വർണം കണ്ടിട്ടല്ല ഞാൻ അവളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയത്. എൻ്റെ മോനൊരു പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അത് നല്ല മിടുക്കിയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ 4 കൊല്ലം ആവാറായി, എന്നിട്ടും അവള് എന്നോട് ഇതുവരെ ഒരു മറുത്തൊരു വാക്ക് പോലും പറയാത്തൊരു പാവമാണ് അവള്. അപ്പൊ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരുടെ ഒപ്പം പോകാൻ പറ്റുമെങ്കിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കല്ലാണ്ട് സ്വർണ്ണമൊന്നും ചെന്ന് കാരണം വീട്ടിലെ തള്ളമാർക്കൊന്നും വേണ്ട. നല്ല സ്വഭാവം ഉണ്ടായാൽ മതി. അമ്മനെ പോലെ എല്ലാരും ചിന്തിക്കണം എന്നില്ലല്ലോ. എടി എന്നെ പോലെ എല്ലാരും ചിന്തിക്കൂന്ന്, എന്നെ പോലെ എല്ലാരും ആവൂന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ സ്വഭാവം ശരിയാക്കിയാൽ നിനക്ക് മര്യാദക്ക് ജീവിക്കാന്നാണ് പറഞ്ഞത്. ബോധവും ഇല്ല അപ്പോഴും. എന്റെ ഫ്രണ്ട്സിന്റെ മാരേജിനൊക്കെ അവരൊക്കെ ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. ഞാൻ മാത്രം ഒന്നും ഇടാണ്ട് ഇറങ്ങിയ അവരൊക്കെ എന്നെ കളിയാക്കും. എടി അതൊന്നും സ്വർണ്ണായിരിക്കൂല. നിനക്ക് ആ ഗോപി പിള്ളേരുടെ മോൾ അറിഞ്ഞൂടെ? നിന്റെ കൂട്ടുകാരിയായിരുന്നല്ലോ, അവളുടെ കല്യാണത്തിന് നീ പോയിരുന്നില്ലേ? ദൈവട്ടം വരെയാണ് സ്വർണ്ണം ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു സ്വർണ്ണമെന്ന് എനിക്ക് തോന്നണെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വർണ്ണമെന്നല്ലായിരുന്നു, റോൾഡ് ഗോൾഡ് ആയിരുന്നു, കുൺകാച്ചി ഒരു മാല മാത്രം ഉണ്ടായിരുന്നെന്ന് എന്നോട് ശാന്തജി പറഞ്ഞത് അവിടെ ചെന്നപ്പാ. നീ ഇത് വണ്ടിയായി പോയല്ല, നീ കുറച്ചങ്ങോട്ട് വാരി ഇട്, കുറച്ച് വാടകയ്ക്ക് അങ്ങോട്ട് മേടിക്കുന്നുണ്ട്, വാരി അങ്ങോട്ട് ഇട്. ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ഫോണിൽ കാണുന്ന മുഴുവനും അതാണ്. ഈ സ്വർണ്ണ കളറുള്ള സാധനങ്ങൾ പെണ്ണുങ്ങൾ മുഴുവൻ ബിസിനസ് തുടങ്ങിയേക്കണം. അതൊക്കെ കുറെ അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് ഇട്. പരിപാടി തീർന്നില്ലേ? സ്വർണ്ണം മേടിക്കാനേ പൈസക്ക്. അമ്മ അതൊന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. ഒരു 25 പവനെങ്കിലും ഇട്ടിട്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പിന്നെ ഹൽദിക്കും അതേപോലെ തലേ ദിവസത്തിനും സംഗീതത്തിനൊക്കെ പുതിയ പുതിയ ഡ്രസ്സുകൾ, നല്ല അടിപൊളി ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. കസ്റ്റമൈസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നല്ല അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ മേക്കപ്പും ചെയ്യിപ്പിക്കണം. നീ പറയണ പോലെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നണില്ല മോളെ. അതെന്താണ് ചെയ്യാൻ പറ്റാത്തത്? ഇന്നലെ കൂടി പ്രദീപ് വിളിച്ചപ്പോ ചോദിച്ചുള്ളൂ, നിന്റെ വീട്ടിൽ നിന്ന് എത്ര പവനാണ് നിനക്ക് തരാൻ പോണേന്നൊക്കെ. അവൻ അങ്ങനെ ചോദിച്ചാ? ചോദിച്ച്. പിന്നെ ചേട്ട കൂട്ടുകാർക്കൊക്കെ കാറൊക്കെ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിനൊക്കെ. അപ്പം എന്നോട് അതൊക്കെ പറഞ്ഞായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് നോക്കാം. ഇതുപോലെ ആർത്തിയുള്ളവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഓരോന്നും ചോദിച്ച് ആ കൊച്ചിനെ വിഷമിപ്പിക്കൂലടാ. ഇതിപ്പോഴേ അങ്ങോട്ട് നുള്ളിക്കളഞ്ഞ പ്രശ്നമില്ലല്ല. വേണ്ടെന്ന് നോക്കാം. മുത്തശ്ശി എന്താണ് പറയണത്? അങ്ങനെ ഇങ്ങനെ ഒന്നും ഈ കല്യാണം വേണ്ടെന്ന് നോക്കാൻ പറ്റൂല. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലിക്കാരനൊന്നും കിട്ടാൻ പോണില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ഈ കല്യാണം ഒന്ന് നടത്തിത്താ പാപ്പാ. ഇപ്പൊ കാറ് ചോദിച്ചവൻ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളോട് ലോറി മേടിച്ചു കൊടുക്കാൻ ചോദിക്കും. അപ്പൊ മേടിച്ചു കൊടുക്കോ? ഇല്ലല്ല. എനിക്ക് അവന്റെ മുഖം നേരം കണ്ടപ്പോ തന്നെ അറിയാവുന്ന ഒരു ആർത്തിക്കാരനാണെന്ന്. അതുപോലെ തള്ളയുടെ മോന്തയിൽ എഴുതി വെച്ചെന്റെ ആർത്തിയാണെന്ന്. ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ടായിരിക്കും പല പല ഡിമാൻഡ് ആവും പറയണതേ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ കല്യാണം നോക്കണ്ടാട്ടാ മോളെ. ചേട്ടാ, ഇവള് ഇത്രയ്ക്കും വാശി പിടിക്കണോണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി കൊടുക്കാം. ഒരു പണി, ഈ വീടും പറമ്പും കൂടി വിക്ക്, എന്നിട്ട് ഇവളുടെ കല്യാണം നടത്തി ഇവളെ വീട്. അപ്പൊ ഇവളൊരുത്തിനെ കെട്ടിച്ചു വിട്ടതിന് ശേഷം നമ്മൾ തെരുവിലോട്ട് ഇറങ്ങണോ? നമുക്ക് ഇറങ്ങാ തെരുവിലോട്ട്. പക്ഷെ ഈ കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് ശരിയാണാടി? വൈകിട്ടേ അവൻ വിളിക്കുമ്പോ ഞാൻ സംസാരിക്കാം. പ്രദീപ് മോളെ വിളിച്ച് പറഞ്ഞാലുമൊക്കെ ഞാൻ പറയാം. അവനും കൂടി എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. നമ്മൾ മാത്രം ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല. പ്രദീപാണല്ലോ. അയ്യോ ചേട്ടാ, എടുക്കണ്ട ചേട്ടാ. വേറെന്തെങ്കിലും ഡിമാൻഡ് പറയാനായിരിക്കും അവൻ വിളിച്ചോണ്ടിരിക്കണത്. എന്താണെങ്കിലും പറയട്ടടി, സ്പീക്കറിലിടാ, നിങ്ങൾ എല്ലാരും കേട്ടോ. ഇപ്പൊ ഞാൻ അത് പറഞ്ഞൊന്നും കേക്കണ്ടല്ലോ. ഹലോ. ഹലോ അച്ഛാ, ഞാൻ പ്രദീപാണ്.
ആ മനസ്സിലായി മോനെ, പറഞ്ഞോ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആ പറഞ്ഞോ മോനെ, പറഞ്ഞോ. അച്ഛാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ പറയ്. കാറിന്റെ കാര്യം പറയാനായിരിക്കും. അതച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത്. എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമുണ്ട്, എന്റെ കല്യാണം നോൺ ഗോൾഡ് മാരേജ് ആയിരിക്കണമെന്ന്. എനിക്കൊരു പെങ്ങളുള്ളതുകൊണ്ട് എന്റെ അച്ഛൻ കിടന്ന് അവളുടെ കല്യാണത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഈ കല്യാണം ചെലവ് കുറഞ്ഞ രീതിയിൽ അമ്പലത്തിൽ വെച്ച് നടത്താനാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് അനാഥർക്ക് ഭക്ഷണവും കൊടുക്കാം. എനിക്കറിയാം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അവളുടെ കല്യാണം നല്ല രീതിക്ക് നടത്തണം എന്നുള്ളത്. പക്ഷെ ഒരുപാട് ആർഭാടം കാട്ടിയിട്ട് കാര്യമുണ്ടോ അച്ഛാ? നമുക്ക് ആർഭാടം ഒന്നുമില്ലാതെ കുറച്ചുപേരെ സഹായിച്ചുകൊണ്ട് ഈ കല്യാണം നടത്തിക്കൂടെ? ആ മോനെ. അച്ഛൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛാ, ഇതെന്റെ ആഗ്രഹമാണ്. അച്ഛനെ എനിക്ക് ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. കല്യാണത്തിനുള്ള ബാക്കി ചെലവുകളൊക്കെ നമുക്ക് രണ്ടുപേർക്കും പപ്പാതി എടുക്കാം. വേണമെങ്കിൽ തലേ ദിവസം വിളിച്ച് സ്വന്തക്കാർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ. മോനെ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മരുമോനെ അല്ല കിട്ടാൻ പോണത്, ഒരു മോനെയാണെന്ന്. എല്ലാം മോന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ശരി അച്ഛാ, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്, പിന്നെ വിളിക്കാട്ടാ. ആ ശരി മോനെ, ആ ശരി. എന്റെ തമ്പുരാനെ, ഇത്രയും നല്ല കൊച്ചിനെയാണല്ലോ ഞാൻ കണ്ടമാനം ചീത്ത നേരത്തെ പറഞ്ഞത്. ശ്ശോ, എന്റെ ദേവി ക്ഷമിക്കണേ. ഇങ്ങനത്തെ പിള്ളേര് ഇപ്പോഴും ഉണ്ടല്ലേടാ. ഇനിയിപ്പൊ സ്വർണ്ണമില്ലെന്ന് പറഞ്ഞ് നിനക്കെന്തെങ്കിലും വിഷമം ഉണ്ടാവോ? ഇല്ലേട്ടത്തി, പ്രദീപേട്ടൻ ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോ പ്രദീപ് മാറി പ്രദീപേട്ടനായ. എല്ലാം മംഗളായിട്ട് നടക്കണ എന്റെ തമ്പുരാനേ. ഹലോ, ഞാൻ വീഡിയോയുടെ ഇടക്കായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് നമ്മളെ സഹായിക്കും. 600-700 രൂപക്കൊക്കെ 2 കോടി രൂപ വരെ കവറേജ് എത്തുന്ന പ്ലാനുകൾ ഇതിലുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പ്ലാനിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പഠിത്തം, വീട്ടു ചെലവിനൊക്കെ ഈ പൈസ വളരെയധികം സഹായിക്കും. ഇത് എത്രയും നേരത്തെ എടുക്കുന്നുവോ അത്രയും കുറഞ്ഞ പൈസക്ക് നമുക്ക് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.